Welcome back to your online classroom. In the last classes we were discussing about the poem Any Woman by Catherine Tynan. We already discussed the first three stanzas and let's look the balance of the poem. I am the twist that holds together the children in its sacred ring. Their knot of love from whose close tether no lost child goes a wandering. So the explanation is, the woman or the mother hold the children together in the love ring of the home. They are tied together with the knots of love. They would not like to break the thread, go away wandering. ഒരു കുടുംബത്തിന്റെ സ്നേഹവലയത്തിൽ കുട്ടികളെ എല്ലാം നിർത്തുന്നത് ആ വീട്ടിലെ മദർ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീയാണ്. സ്നേഹത്തിന്റെ കെട്ടുകൾ കൊണ്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ട്, ഒരു കയറുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കെട്ടാണ് അതിന്റെ മീനിങ്. അങ്ങനെ ആ സ്നേഹത്തിന്റെ കെട്ടുകൾ കൊണ്ട് അവരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്ത്രീയാണ്, അതല്ലെങ്കിൽ ആ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടികളും ആ കെട്ട് പൊട്ടിച്ച് അല്ലെങ്കിൽ ആ കയർ പൊട്ടിച്ചുകൊണ്ട് ഒരു കുട്ടി പോലും അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake down to be their bed. And the house from floor to roof. ആ വീടിന്റെ അടി മുതൽ from roof to roof, from floor to roof, അതായത് ആ വീടിന്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ എല്ലാം തന്നെ ആ വീട്ടിലെ സ്ത്രീയാണ്. And the walls and the board, അത് മാത്രമല്ല ആ വീടിന്റെ മതിലുകളും ബോർഡുകളും എല്ലാം ആ വീട്ടിലെ അമ്മ തന്നെയാണ്. And the one who opens and closes the curtains, ആ സ്ത്രീ തന്നെയാണ് ആ വീട്ടിലെ കർട്ടൻസ് തുറക്കുന്നതും അടക്കുന്നതും. ആ വിൻഡോസ് എന്നുള്ള മീനിങ്ങിൽ എടുത്താൽ മതി. ആ വിൻഡോസ് തുറക്കുന്നതും അടക്കുന്നതും എല്ലാം ആ ഒരു മദർ തന്നെയാണ്. I am the one feed the bed of the children with down, soft hairs of animals and cover them with leather. ആ കുട്ടികളുടെ കിടക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിടക്കാൻ ആവശ്യമായ സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു പക്ഷി എങ്ങനെയാണോ അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, അതുപോലെ ഒരു മദർ എന്ത് ചെയ്യുന്നു, അവരുടെ കുട്ടികളെ ആ ഒരു ചിറകിന് താഴെ, അതല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫെദേഴ്സ്, തൂവലുകൾക്ക് താഴെ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്ന പോലെ ആ മദർ ആ കുട്ടികളെ സംരക്ഷിക്കുന്നു. And their wall against all danger, their door against the wind and the snow. Though a woman laid in manger, take me not till the children grow. And the wall that protects them against all kinds of dangers. എല്ലാവിധ ഡേഞ്ചേഴ്സിൽ നിന്നും ആ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. I prevent dangers, winds and snow from harming my children. അതായത് ഈ പോയത്തില് അല്ലെങ്കിൽ ഈ ലൈൻസില് സ്നോ ഓർ വിന്റർ അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ്, വിന്റർ എന്നൊക്കെ പറയുന്നത് ഓരോ ഫാമിലിയെയും എഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. എല്ലാത്തരം പ്രോബ്ലംസിന്റെയും ആ കുട്ടികളെ സംരക്ഷിക്കുന്നത്, ആ വീടിനെ സംരക്ഷിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്. And the last two lines, two important ആയിട്ടുള്ള ലാസ്റ്റ് രണ്ട് ലൈൻസ് നോക്കുക. Though a woman laid in manger, അതായത് though എന്നുള്ള മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. you എന്നുള്ള മീനിങ് ആണ്. You a woman laid in manger, അതായത് manger എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുൽക്കൂട്, അതായത് ഒരു ക്രിസ്ത്യൻ ബിലീഫിൽ വരുന്ന ഭാഗമാണ്. അവിടെ ആ മാരി, അതായത് ആ മദർ ഹോളി മാരി ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത് പുൽക്കൂടിലാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അവർക്ക്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് the woman laid in a manger, അതായത് പുൽക്കൂട്ടിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ഒരു അമ്മയെ വിളിച്ചുകൊണ്ട്, അതായത് ഹോളി മാരിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? Take me not till the children grow, അതായത് എന്നെ ഒരിക്കലും എടുക്കരുത്, അല്ലെങ്കിൽ എന്നെ ഒരിക്കലും എനിക്ക് മരണം സംഭവിക്കരുത്. ഏതുവരെ? till the children grow, ഞാൻ എന്റെ കുട്ടികൾ വളർന്നു വലുതാകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത് വരെ, അതല്ലെങ്കിൽ ആ കുട്ടികൾ വളർന്നു വലുതാകുന്നത് വരെ എനിക്ക് ആയുസ് ഉണ്ടാകണേ, അല്ലെങ്കിൽ ആയുസ് തരണേ എന്നുള്ളൊരു ഹോളി മാരിയോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ അവസാനത്തെ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. The poem speaks about the role of a mother in a family. The sentiments of a mother expressed here about her part in a family are true in every place and time. ഒരു മദറിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു മദറിന്റെ സെന്റിമെന്റ്സ് ഒരു ഫാമിലിയിൽ എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പോയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
The poet glorifies the importance of a mother in a family. She is the keystone of the house, the arch, the pillars that makes up the house. അപ്പോൾ ഒരു വീടിന്റെ എല്ലാം തന്നെ അതിന്റെ കീസ്റ്റോൺ, അതേപോലെ തന്നെ ആർച്ച്, പില്ലേഴ്സ് എല്ലാം തന്നെ ഒരു മദറാണ്. ഷീ ഈസ് ദ മദർ, ഷീ ഈസ് ദ ഹെർത്ത് ദാറ്റ് ഗിവ്സ് ഇറ്റ് വാംത്. ആ വീടിന് ആവശ്യമായ ചൂട് പകരുന്നത് ആ അമ്മയാണ്. ഷീ ഈസ് ദ വാൾസ് ദാറ്റ് പ്രൊട്ടക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. അതേപോലെ തന്നെ ആ ഫാമിലിയിലെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ മദറാണ്. If someone happens to her, the whole family, if something happens to her, the whole family will be ruined. എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി തന്നെ ഇല്ലാതെയാവും. Children live because of the warmth of mother's love. കുട്ടികൾ വളരുന്നത് തന്നെ ആ അമ്മയുടെ ആ ഒരു ചൂടൊക്കെ കിട്ടിയിട്ടാണ്. She walls all dangers and protects her family from wind and snow, which stands for external forces trying to harm the family. അപ്പൊ ഈ പോയത്തില് വിൻഡ് ആൻഡ് സ്നോ എന്നുള്ളൊരു യൂസേജ് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കാറ്റും അതേപോലെ തന്നെ സ്നോ അല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ്, പുറത്തു നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ വീട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്നത്, കുട്ടികളെ അതിൽ നിന്നും ആ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് ആ അമ്മയാണ്. ആ ഒരു സ്റ്റാൻഡ് കൂടി ആ അമ്മ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു. And now let's go to the figures of speech. The dominant figure of speech is metaphor. ഈ പോയത്തിലെ മെയിൻ ആയിട്ട് വരുന്ന, ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റഫർ ആണ്. എന്താണ് മെറ്റഫർ? മെറ്റഫർ, വി സേ സംതിങ് ഈസ് ദ സെയിം ആസ് ദ അനദർ. ഒരു വസ്തു മറ്റൊന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മെറ്റഫർ ആയി യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. എനി വുമൺ കമ്പയർസ് ഹെർസെൽഫ് ടു ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ദ വാൾ, ദ ഫയർ അപ്പോൺ ദി ഹെർത്ത്, ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ദാറ്റ് ഹോൾഡ്സ് ഇറ്റ് ടുഗദർ. അപ്പൊ ഇതിൽ ഈ വീട്ടിലെ പില്ലേഴ്സ്, അതേപോലെ തന്നെ വാൾസ്, ഫയർ അപ്പോൺ ദി ഹെർത്ത്, കീസ്റ്റോൺ, ആർച്ച് എല്ലാം തന്നെ ഒരു വീട്ടിലെ എല്ലാം തന്നെ സ്ത്രീയാണെന്നാണ് പറയുന്നത്. ഷീ ഈസ് ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഷീ ഈസ് ദ വാംത്ത് ഓഫ് ദി ഗുഡ് സൺ. ഷീ ഈസ് ദ നോട്ട് ഓഫ് ലവ് ദാറ്റ് ഹോൾഡ്സ് എ ഫാമിലി ടുഗദർ. ഒരു വീട്ടിലെ ഫ്ലോർ മുതൽ റൂഫ് വരെ എല്ലാം തന്നെ ആ സ്ത്രീയാണ്. ഷീ ഈസ് ദ വാംത്ത് ഓഫ് ദി ഗുഡ് സൺ. സൂര്യന്റെ നല്ല ചൂട് എന്ന് പറയുന്നത് തന്നെ ആ സ്ത്രീയാണ്. ഷീ ഈസ് ദ നോട്ട് ഓഫ് ലവ് ദാറ്റ് ഹോൾഡ്സ് എ ഫാമിലി ടുഗദർ. ഒരു ഫാമിലിയിലെ എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന, ഒരു ഫാമിലിയിലെ എല്ലാവരെയും ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു നോട്ട്, കെട്ട് എന്ന് പറയുന്നത് തന്നെ ആ സ്ത്രീയാണ്. ഷീ ഈസ് ദ സാക്രഡ് റിംഗ് ദാറ്റ് ഗ്യാരണ്ടീസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഒരു സ്നേഹത്തിന്റെ വലയം തന്നെ, ഒരു പവിത്രമായ വലയം തന്നെയാണ്, സേഫ്റ്റിയും സെക്യൂരിറ്റിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലയം തന്നെയാണ് ഒരു സ്ത്രീ. ഷീ ഈസ് ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഭൂമിക്ക് തന്നെ ചൂട് നൽകുന്ന ഒരു വസ്തു തന്നെയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. The poem is full of metaphors. By looking from the first stanza to the end, we can understand that the poem is full of metaphors. From the starting, and the pillars, and the wall, and the keystone, everything is an example for metaphor. A thing is compared to another is a metaphor, and it can be widely seen in this poem. The last stanza of this poem is very important. It can be seen in almost all examinations. In almost all question papers, we can see these 4 lines as a question. ഇതിലെ ഈ പോയത്തിലെ അവസാനത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ലാസ്റ്റ് സ്റ്റാൻസ ഇറ്റ്സ് എ പ്രയർ ടു ദ ഹോളി മാരി, ക്രിസ്ത്യൻ ഗോഡിനോടുള്ള ഒരു പ്രയർ ആയിട്ടാണ് ഈ ലാസ്റ്റ് സ്റ്റാൻസ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടേക്ക് മീ നോട്ട് അണ്ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ. അതായത് എന്റെ കുട്ടികൾ വളർന്നു വലുതാവുന്നത് വരെ, അണ്ടിൽ ദേ ഗ്രോ, അവര് വളർന്നു വലുതാവുന്നത് വരെ എന്നെ ജീവിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ അവസാനത്തെ ഒരു സ്റ്റാൻസയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. That's all for today, and your activity for today is attempt an appreciation of this poem, Any Woman by Catherine Tynan. I repeat, attempt an appreciation of the poem Any Woman by Catherine Tynan. Thank you.